ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഹൈറിച്ചിൻ്റെ ലീഡർമാർ മുന്നോട്ടുള്ള നടപടികൾ എന്ന ഗ്രൂപ്പ് ഇറക്കിക്കൊണ്ടുവന്ന ഒരു വലിയൊരു ടെക്സ്റ്റ് മെസ്സേജാണ്. അവർ കൊറോണയ്ക്ക് ശേഷം ഒരു 83 കമ്പനികളുടെ ലിസ്റ്റ് കാണിച്ചിട്ട് അവർ ചോദിക്കുകയാണ്, ഇതൊക്കെ കേരളത്തിലെ ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ച് പോയ കമ്പനികളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത്? നിങ്ങളെന്തിനാണ് ഈ ഹൈറിച്ച് തട്ടിപ്പിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അവരുടെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ തട്ടിച്ച് പോയ കമ്പനികളുടെ കൂട്ടത്തിൽ തന്നെയാണ് അവർ ഹൈറിച്ചിനെ കണക്കാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഈ തട്ടിച്ച് കൊണ്ടുപോയ കമ്പനികൾ പിന്നെ ഒന്ന് പൊളിയുന്നതിന് മുമ്പേ തന്നെ ഇവർ വേറൊരു കമ്പനിയിലേക്ക് ചാടി അതിൽ പിന്നെ നാണക്കേട് കൊണ്ട് ആരും തന്നെ പരാതിപ്പെടില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരു സമയം തന്നെ ഒന്നല്ല ഒരു 5-10 കമ്പനികൾ ചെയ്യുന്നവരാണ് ഇങ്ങനെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ടീമുകൾ. അപ്പോൾ നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നത് ഇത് നല്ലൊരു കമ്പനിയാണ്, നമ്മൾക്ക് പോളിംഗ് തന്നിട്ടുണ്ടായിരുന്നു, പൂട്ടുമ്പര പോളിംഗ് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല കമ്പനിയാണ് എന്നൊക്കെയാണ്. പക്ഷേങ്കിൽ ഈ ലീഡർമാർ തന്നെ ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ട് ഇത് തട്ടിപ്പ് കമ്പനി ആയിരുന്നു. പക്ഷേങ്കിൽ നിങ്ങളെന്തിനാണ് ഇങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തുന്നത്? എത്ര കമ്പനികൾ ഇതുപോലെ പോയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു 37,000 പേരിലേക്ക് തട്ടിപ്പ് കൊണ്ടുപോയ ഒരു കമ്പനിയാണ്. അതിൽ 2,000-ഓളം ആൾക്കാർ വലിയ ലാഭം ഉണ്ടാക്കിയൊരു കമ്പനിയാണ്. അപ്പോൾ ഈ 37,000 ആൾക്കാരിൽ ഒരു 35,000 ആൾക്കാർക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഈ 2,000 ആൾക്കാരിലേക്ക് ചുരുങ്ങിയത്. അപ്പോൾ അവർക്ക് വളരെ കഷ്ടപ്പാടിലാണ് അവരൊക്കെ പലരുടെയും വീട് ജപ്തിയായി കഴിഞ്ഞു, കടം കയറിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് പണം തിരികെ കിട്ടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന് അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ അവർക്ക് പണം തിരികെ കിട്ടണം എന്നുള്ളതാണ്. അതങ്ങനെ മറ്റു തട്ടിപ്പുകളെ പോലെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ.